ചേർത്തലയിൽ വ്യാജ ലോട്ടറി തട്ടിപ്പെന്ന് പരാതി. സുവർണ കേരളം ലോട്ടറിയുടെ ഒരേ നമ്പറും സീരിയലുമുള്ള ലോട്ടറിയാണ് ലഭിച്ചത്. പള്ളിപ്പുറം സ്വദേശി പോലീസിൽ പരാതി നൽകി. വെള്ളിയാഴ്ച നറുക്കെടുത്ത സുവർണ കേരളം SK63 ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 2 ഒരേ നമ്പറിൽ വ്യാജൻ വിലസുന്നുവെന്ന് ആരോപിച്ച് ടിക്കറ്റ് വാങ്ങിയ കയാർപുരം സ്വദേശി ചേർത്തല പോലീസിലും ജില്ലാ ലോട്ടറി ഓഫീസിലും പരാതി നൽകി. പള്ളിപ്പുറം കയാർപുരം കരവണ്ട് കടവിൽ രഞ്ജിത്ത് രവീന്ദ്രനാണ് പരാതിക്കാരൻ. സാധാരണ ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ ടിക്കറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഇതെടുത്തപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും രണ്ടും ഒരേ സീരിയലും ഒരേ നമ്പരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിക്കറ്റിനല്ലേ പ്രൈസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരെണ്ണം നോക്കിയപ്പോൾ രണ്ടും ഒരേ സെയിമാണ്. അപ്പോൾ ഒരെണ്ണം വ്യാജനും ഒരെണ്ണം ഒറിജിനലുമാണ് ടിക്കറ്റ് തന്നേക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പോൾ വ്യാജ ടിക്കറ്റ് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ടെന്നുള്ളതല്ല അതിൻ്റെ ഒരു എന്ത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തല സ്റ്റേഷനിലും ചേർത്തല ലോട്ടറി ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തല ഓഫീസിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അത് പ്രസ്സിൽ നിന്ന് തന്നെ കംപ്ലയിൻ്റ് ആയിരിക്കും, ടിക്കറ്റ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സെയിം വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ആ ടിക്കറ്റ് തിരിച്ച് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു ഡൗട്ട് തോന്നിയത്. ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പരാതി കൊടുത്തതിനും കാര്യങ്ങൾക്കൊന്നും തെളിവില്ലല്ലോ. ടിക്കറ്റുകൾ പ്രത്യേകം സ്കാനറിൽ പരിശോധിച്ചപ്പോൾ ഒന്ന് വ്യാജനാണെന്ന് കണ്ടെത്തി. മാസങ്ങൾക്ക് മുമ്പേ കണിച്ചുകുളങ്ങര സ്വദേശിക്ക് കേരള ലോട്ടറിയിൽ 1 കോടി രൂപ സമ്മാനം അടിച്ചതായി പ്രചരിച്ചെങ്കിലും പിന്നീടുള്ള പരിശോധനയിൽ അത് വ്യാജ ലോട്ടറിയാണെന്ന് കണ്ടെത്തിയിരുന്നു. നിലവിൽ എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ലോട്ടറി ടിക്കറ്റുകളിൽ വ്യാജനും വിപണിയിലുണ്ടെന്ന ആക്ഷേപം ഉയരുന്നു. ഇയാൾ ഒരാളാണ് എടുക്കണത് കുഴപ്പമില്ല. ഇപ്പോൾ 2 പേരെടുത്തപ്പോൾ 2 നമ്പറിലും 2 പേർക്കും അവകാശം ഉന്നയിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വിറ്റത് കാരണം രേഖാമൂലം പോലീസ് സ്റ്റേഷനിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിലും ലോട്ടറി ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിക്കാം. അച്ചടിപ്പശക അങ്ങനെ പ്രസ്സിൻ്റെ കംപ്ലയിൻ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വസ്തുത എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നാണ് നമ്മൾ. കാരണം എല്ലാവരും ഒരുപാട് ആൾക്കാർ ലോട്ടറി ആശ്രയിച്ച് മാത്രം ഈ പൈസ കൊടുത്ത് എടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചതിക്കുന്ന രീതിയിലേക്കുള്ളൊരു പ്രവണതയാണ് കാണിക്കുന്നത്. ഇതൊരു നല്ലൊരു അന്വേഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ 2 ലോട്ടറി ടിക്കറ്റുകൾ ഒരേ നമ്പറിൽ വന്നത് ലോട്ടറി അച്ചടിച്ചപ്പോൾ ഉണ്ടായ പിശകാകാമെന്നാണ് ലോട്ടറി ഓഫീസിന്റെ പ്രാഥമിക വിശദീകരണം. എന്നാൽ ലോട്ടറി ഫലം വന്നപ്പോൾ ഭാഗ്യം തുണച്ചില്ലെന്നും രഞ്ജിത്ത് രവീന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ ചേർത്തല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോട്ടറി വകുപ്പും പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു.